ഹായ് എവരി വൺ, ലേൺ ആൻഡ് ട്രേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നമുക്കറിയാം, നമുക്കിപ്പോൾ എലക്ഷൻ റിസൾട്ടാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോണത്. വലിയ ഇവൻ്റാണ്, ലോക്സഭ എലക്ഷൻ റിസൾട്ടാണ്. മാക്സിമം വോളറ്റൈലിറ്റി ഉണ്ടാകും എന്ന് എല്ലാവരും പറയുന്ന ഒരു ഡേയ്സാണ് വരുന്നത്. ബിക്കോസ് മാർക്കറ്റ് ഏത് സൈഡിലേക്കും പോകാം. പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. മീൻസ് ഇപ്പോൾ ഒരു പാർട്ടി ജയിച്ചാൽ നല്ല റാലി വരും, ആൻഡ് ഇപ്പോൾ വേണമെങ്കിൽ ഫെയിൽ ചെയ്യാൻ അതുപോലെ പെർസെൻറ്റേജ് വെച്ചിട്ടും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്ര പെർസെൻറ്റേജാണ് വിന്നിങ് എങ്കിൽ അങ്ങനെ പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്ട്രാറ്റജി എന്തായാലും അറിയാൻ പറ്റും. ലോങ് സ്ട്രാഡിലും സ്ട്രാങ്കിലും ഒക്കെ അറിയാൻ പറ്റും. സ്ട്രാഡിലാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി സിംഗിൾ സ്ട്രൈക്ക്, ഇപ്പോൾ അറ്റ് ദ മണി എന്ന രണ്ട് കോളും പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സ്ട്രാങ്കിളാണെങ്കിൽ എവേയിലുള്ള രണ്ട് സ്ട്രൈക്കിലും ബൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടിലും ഈ ഒരു സമയത്ത് സെയിം ഇതിലുള്ള നല്ല ഹ്യൂജ് റിസ്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ വിക്സ് എബോവ് 20 ആണ്, 23 ആണ്. ഇനി വിക്സ് ഒരു 30+ ഒക്കെ പോയാൽ പ്രോഫിറ്റ് കിട്ടേക്കാം. ബട്ട് അവിടെ എടുക്കുന്ന നമ്മളെ റിസ്ക് എന്ന് പറയുന്നത് ഹ്യൂജാണ്. നമുക്ക് ചാർട്ടിൽ പോയാൽ നമുക്കത് ഒന്നും കൂടി ക്ലിയർ ചെയ്ത് കാണാം. അപ്പോൾ അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസ്ക് എടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു ബൈ ചെയ്യാൽ ഈ ടൈമിൽ. അതേസമയം വിക്സ് ഒരു 11 or 12 ഒക്കെ ആകുന്ന നേരത്ത് നമുക്ക് അധികം ഗ്യാപ്പില്ലാണ്ട് സ്ട്രാങ്കിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സ്ട്രാങ്കിൾ ചെയ്താൽ തന്നെ നല്ല ഹെവി സ്ട്രൈക്കിലേക്ക് പോകാം. അത് പ്രോഫിറ്റ് ആകുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. അതിൻ്റെ റിസ്ക് എടുക്കുക എന്നുള്ളത് അതിലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്ര റിസ്ക് എടുക്കേണ്ട വരും എന്നുള്ളതൊക്കെ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ അതാണ് മെയിനായിട്ട് സ്ട്രാഡിലോ സ്ട്രാങ്കിളോ, ലോങ് സ്ട്രാഡിലൊക്കെ, അതായത് സ്ട്രാങ്കിളാണെങ്കിലും സ്ട്രാഡിലാണെങ്കിലും നമ്മളത് ഉപയോഗിക്കാത്തത്. അതിന് പകരം നമുക്ക് നമുക്ക് ഏത് സൈഡിലേക്കും, അതായത് ഈവൻ മേളിലേക്ക് പോയാലും താഴേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന, എന്നാൽ നമുക്കിനി മാർക്കറ്റ് സൈഡ്വേസ് ആയാൽ നമുക്ക് അധികം ലോസ് പറ്റാത്ത, നമുക്ക് മിനിമം ലോസിൽ ഇറങ്ങാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലൊന്ന് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡെയിലി മാർക്കറ്റ് അനാലിസിസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അതാണ്, നമുക്കിനി നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് പോവാം. ആൻഡ് അതിനു മുമ്പ് നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഈ സ്ട്രാറ്റജി ഇത്തവണ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബിക്കോസ് ബാങ്ക് നിഫ്റ്റി അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം നിഫ്റ്റിയുടെ എക്സ്പയറി എന്ന് പറയുന്നത് നമുക്ക് 2 ദിവസവും കൂടി കഴിഞ്ഞിട്ടാണ്. അതായത് നമ്മളെന്താ പറയുക, നമുക്ക് 4th ജൂണാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അത് ട്യൂസ്ഡേ, വെനസ്ഡേ കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ ആയിരിക്കുമല്ലോ നിഫ്റ്റി എക്സ്പയറി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ നേരത്തെ നമുക്ക് നിഫ്റ്റിയിൽ കുറച്ചും കൂടി ടൈം വേണ്ടി വരും. ബട്ട് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അന്നത്തെ ദിവസമല്ല എക്സ്പയറി വരുന്നത്, പിറ്റേ ദിവസമാണ് എക്സ്പയറി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പൊസിഷൻസ് എടുത്താലും നമുക്ക് ഒരു 1 ഡേയും കൂടി കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, മീൻസ് സ്ട്രൈക്കിനൊക്കെ കുറച്ചും കൂടി പ്രോഫിറ്റ് ആവാനുള്ള ഒരു ടൈം പീരീഡും കൂടി നമുക്ക് അതിൽ കിട്ടും. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം കുറച്ച് കൂടിയാണ് നിൽക്കുന്നത് നിഫ്റ്റി. അപ്പോൾ അതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതെടുക്കുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു 49,000 ഇപ്പോൾ ട്രേഡ് ചെയ്യണമെന്ന് നോക്കാം. 49,100 ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു സ്ട്രാഡിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ നെക്സ്റ്റ് 5th ജൂണിൻ്റെയാണ് നമ്മൾ എക്സ്പയറി നോക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രാങ്കിൾ എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു പ്രീമിയം എത്ര കൊടുക്കണമെന്ന് നോക്കാം. 2 ബൈയും. ഇതാണ് നമ്മൾ സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. ലോങ് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 31,000 ആണ്. 31,000 ആണ് അതിൻ്റെ റിസ്ക് വരുന്നത്.
ആൻഡ് അതോടൊപ്പം നമുക്ക് നല്ലൊരു മൂവ് വിക്സിൽ കൂടിയാൽ നമുക്ക് ഇത് കിട്ടും. ബട്ട് ഈ പറഞ്ഞ മാതിരി 31,000 റിസ്ക് എടുക്കാൻ നേരത്ത് നമുക്ക് ഒരു അതിനനുസരിച്ചുള്ള റിട്ടേൺ വന്നില്ല എങ്കിൽ, മാർക്കറ്റ് മൂവ് ചെയ്തില്ലെങ്കിൽ, ഇനി വിക്സും വലിയ രീതിയിൽ അങ്ങോട്ട് ഓൾറെഡി വിക്സ് നല്ല അപ്പായതുകൊണ്ട് ഇനി മൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല ലോസ് വരും. അപ്പോൾ അതാണ് സ്ട്രാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമുക്ക് നല്ല റിസ്ക് ഉണ്ട്. 31,000 നമ്മൾ റിസ്ക് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ട്രാങ്കിൾ ഈ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ സ്ട്രാഡിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി സ്ട്രാങ്കിൾ വെച്ച് നോക്കാം. സ്ട്രാങ്കിളാണെങ്കിൽ നമുക്കൊരു 2% എവേ വന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 49-ലാണെങ്കിൽ നമുക്കൊരു 48,000 വെച്ചൊന്ന് നോക്കാം. അപ്പോൾ 48,000 നമ്മൾ ബൈ ചെയ്യുന്നു, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു 50,000 കോൾ ഓപ്ഷനും ബൈ ചെയ്യുന്നു. ഇതാണ് ലോങ് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് എന്താണ് ഓൾമോസ്റ്റ് 20,000 അടുത്ത് എന്താണ് നമ്മൾ റിസ്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിലും നമുക്ക് ഒരുപോലെ നല്ല ഹ്യൂജ് എമൗണ്ട് നമുക്ക് റിസ്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡബിൾ കോൺട്രാണ്. ഡബിൾ കോൺട്ര എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കോൺട്ര പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്യാണ്. മുകളിലേക്ക് ഒരു കോൺട്ര സെറ്റ് ചെയ്യും, താഴേക്ക് ഒരു കോൺട്ര സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഒരു കോൺട്ര പൊസിഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇതിൽ വേണമെങ്കിൽ നമുക്കത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ബട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് എഴുതി തന്നെ വെക്കുക. ഇത് എൻ്റെ ഒരു കോൺട്ര പൊസിഷനാണ്. ഇതിൻ്റെ റിസ്ക് റിവാർഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മേളിലേക്കുള്ളത് കോൺട്ര ആദ്യം സെറ്റാക്കുകയാണ്. ആദ്യം നമ്മൾ എന്താക്കുന്നു, 49,700 ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു. ദെൻ പിന്നെ നമ്മൾ സെല്ല് ചെയ്യുന്നത് 50,200 കോൾ ഓപ്ഷൻ തന്നെ സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ 50,700 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ 51,500 കോൾ ഓപ്ഷൻ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മേളിലേക്ക് വരുന്ന ഒരു ഇവിടെ നമുക്ക് മേളിലേക്ക് വരുന്ന കോൺട്ര ഇതാണ്. ആൻഡ് ഇതിൻ്റെ ഈ പൊസിഷൻസ് വന്നാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസാണ്. അതായത് എബോവ് 49,700 പ്ലസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റിൻ്റെ റേഞ്ചായി. ഈവൻ 50,000 ഒക്കെ വന്നാൽ പോലും നമുക്ക് നല്ല മാക്സ് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് അവിടെ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മേളിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു നമ്മൾ ആദ്യത്തെ കോൺട്ര, അതാണ് മേളിൽ സെറ്റ് ചെയ്യുന്ന കോൺട്രാണിത്. ദെൻ ഇനി നമ്മൾ താഴത്തേക്കുള്ള ഒരു കോൺട്ര കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് പി ഓപ്ഷൻ, പുട്ട് ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷനിൽ ഫസ്റ്റ് സ്ട്രൈക്ക് നമ്മൾ നോക്കുന്നത് 48,700 ആണ്. നമ്മൾ ഒരുപാട് ലോങ്ങിലേക്കൊന്നും പോകുന്നില്ല. 48,700 ഫസ്റ്റ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നുണ്ട്. പിന്നെ 48,200 നമ്മൾ ഒരു സെല്ല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 47,700 47,700 സെൽ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ബൈ വരുന്നത് 47,200 ആണ്. 47,200 ബൈ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓവറോൾ നമ്മുടെ 2 കോൺട്ര. ഇതിനാണ് നമ്മൾ പറയുന്നത് ഡബിൾ കോൺട്ര എന്ന് പറയുന്നത്. അതായത് 2 കോൺട്രാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഇതായിരിക്കും ഇത്രയായിരിക്കും നമ്മുടെ പൊസിഷൻസ്. ഫസ്റ്റ് കോൺട്ര നമുക്ക് മേളിൽ കോൾ ഓപ്ഷനിൽ കൊടുത്തു. സെക്കൻഡ് കോൺട്ര നമുക്ക് പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലോസിൻ്റെ കാര്യങ്ങളൊന്ന് നമുക്ക് ചാർട്ടിൽ നോക്കാം. എവിടെ വന്നാലാണ് നമുക്ക് മാക്സ് ലോസ് വരുന്നത്, എവിടെ വന്നാലാണ് നമുക്ക് മാക്സ് പ്രോഫിറ്റ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താക്കാം, നമ്മുടെ ഈ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുന്നത് സ്ട്രൈക്ക്, നമുക്ക് ലോസ് വരുന്ന സ്ട്രൈക്ക് അവിടെ മുതലാണ് ഓൾമോസ്റ്റ് 47,700 തന്നെ പിടിക്കാം. 800 തന്നെ ഇരിക്കട്ടെ. 49,800 to 48,600 നോക്കാം. 48,600 to 49,700 ആണ് നമ്മൾ പറഞ്ഞ ലോസ് ഇൻ ബിറ്റ്വീൻ അതിൽ വന്നാൽ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ പോകാം. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റണ്ണിങ് ആണ്. നമ്മൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. ഇത് നമുക്ക് ഈവനിങ് മാർക്കറ്റ് ഇതിൽ പറയാം. ഓൾറെഡി ഞാനൊരു ലൈവിൽ ജസ്റ്റ് ഒരു ബിയറിഷ് സെൻറ്റിമെൻ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് ഇന്നലത്തെ ഇതിലും നമ്മൾ ഇത് പറഞ്ഞായിരുന്നു, നമുക്കൊരു പുൾ ബാക്ക്. അത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ലോസ് ആയിട്ടുള്ള ഒരു ബോക്സ് നമ്മൾ വരക്കാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഇന്ന് മുതലാണെങ്കിൽ 48,700 അല്ലേ, 48,600 വരും. 48,600 to ഇതാണ് 48,600 ആൻഡ് 48,600 to 49,700. ഓക്കെ, ഈ ഒരു റേഞ്ച്.
ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് മാർക്കറ്റ് വന്നാൽ നമ്മൾ ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ വന്നാൽ നമ്മൾ എന്താവും, നമ്മൾ ലോസ് ആവും. ഇത് നമ്മുടെ ലോസിങ് ഏരിയ ആണ് 49,700 to 48,600 ലെവൽ. അത് തന്നെയല്ലേ നമ്മളിവിടെ നോക്കിയത് 48,600 to 49,700. ഇതാണ് നമ്മുടെ ലോസ് ഏരിയ. അതായത് നമുക്ക് മാക്സിമം ലോസ് വന്നെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് മാക്സിമം ലോസ് വരാം. ഇനി നമുക്ക് പ്രോഫിറ്റ് സോൺ നോക്കാം. മേലേക്കുള്ള പ്രോഫിറ്റ് സോൺ അവിടെ മുതൽ, അതായത് 49,800 മുതൽ നമുക്ക് മേലേക്ക് എന്താ 50 ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട്, 51,100 വരെ, 51,100 വരെയും ഇവിടെ മുതൽ 51,100 ഓൾമോസ്റ്റ് എത്ര സോൺ ഉണ്ട്, ഇവിടം വരെ നമ്മൾ 51,100. ഓക്കെ, ഇത്രയും വരെ നമ്മൾ എന്താണ്, ഇത് നമുക്ക് ഗ്രീൻ ഏരിയയാണ്. അതായത് നമുക്ക് പ്രോഫിറ്റ് ഏരിയ ആണ്, പ്രോഫിറ്റബിൾ ഏരിയ ആണ് അത്രയും ഏരിയ. ഇനി നമുക്ക് താഴെ നോക്കിയാൽ താഴെയും നമുക്ക് അത്രയും ഓൾമോസ്റ്റ് അത്രയും തരുന്നുണ്ട്. 47,300 വരെയും നമുക്ക് താഴേക്കും തരുന്നുണ്ട്. 47,300 ഒന്ന് നോക്കാം. 47,300 ഓക്കെ, 47,300 ഇതാണ് നമ്മുടെ പ്രോഫിറ്റബിൾ ഏരിയ. 47,300 ഓക്കെ. ഇത് രണ്ടുമാണ്, ഇതാണ് നമുക്ക് ഓൾ മാർക്കറ്റിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ലോസ് വരുന്നത് എവിടെയായിരിക്കും, ലോസ് വരുന്നത് നമുക്ക് ഈ ഒരു സോണിൽ ഇവിടെ നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്താൽ, മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്താൽ, അതായത് ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്താൽ നമുക്ക് ലോസ് ആവും. വൺസ് മാർക്കറ്റ് ഇങ്ങാടോ വന്നാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. ആൻഡ് അതുപോലെ തന്നെ മേളിലേക്ക് പോയാലും എന്താണ്, നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് മാക്സ് ലോസ് വരുള്ളൂ. 51,000 പ്ലസ് പോയാൽ മാത്രമേ മാക്സ് ലോസ് വരുള്ളൂ. ആൻഡ് 50 ഈവൺ ഈ ഒരു റേഞ്ചിൽ പോയാൽ തന്നെ മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്താലും നമ്മൾ മാക്സ് പ്രോഫിറ്റാണ്. ഇനി അതല്ല, നമ്മൾ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമല്ലോ, നമുക്ക് ഈസി ആയിട്ട് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ആൻഡ് താഴേക്ക് വന്നാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഏത് ലെവലിലേക്ക് ഒരു ക്വിക്ക് ഫാളോ, ഒരു വലിയൊരു റൈസോ ഉണ്ടായാൽ നമുക്ക് ഉടൻ തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ആൻഡ് അതിനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട്, അത്രയും ഒരു ഹ്യൂജ് ഗ്യാപ്പ് വരുന്നുണ്ട്. ആൻഡ് കൺസോൾട്ടേഷൻ വരുന്നത് ജസ്റ്റ് അണ്ടർ 1,000 പോയിൻ്റ് ആണ്. ഒരു ഇവൻറ്റ് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 1,000 പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു അത്ര വിലയല്ല. ബട്ട് ഇപ്പോൾ ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 700 പോയിൻ്റ് എവേയും, താഴേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 48,600 അല്ല, ഓൾമോസ്റ്റ് ഒരു 400 പോയിൻ്റ് ബിലോ ആണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ വെച്ചിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് ട്രേഡ് മീൻസ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അപ്പർ സൈഡും ലോവർ സൈഡും നമുക്ക് ലോസ്, അതായത് നമ്മുടെ മിഡ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു മേളിലേക്കൊരു 700ഉം താഴേക്കൊരു 400 റേഞ്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞു, നമുക്ക് 48,600 to 48,700 to 49,600 എന്നുള്ള റേഞ്ചിൽ നമ്മുടെ മാക്സ് ലോസ് വരുന്നത് ഓൾമോസ്റ്റ് നമുക്കറിയാം 1,100 ആണ് അവിടെ ലോസ് വരുന്നത്. ഈവൻ നമുക്ക് മേലേക്ക് പോയാൽ മീൻസ് താഴേക്ക് വന്നാൽ നമുക്ക് സെയിം ലോസ് തന്നെയാണ്, 1,100 ആണ്. ബട്ട് അത് 51,100 ക്രോസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഒരു ഹ്യൂജ് ലോസ് സംഭവിക്കുള്ളൂ. അത് 5,000 ലോസ്. 5,000 ലോസ് സംഭവിക്കുന്നെങ്കിൽ 51,000 പ്ലസ് പോകണം, 51,200 എബോവ് നമുക്ക് പോകണം. അത്രയും നേരം നമുക്ക് നല്ലൊരു റേഞ്ച് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ റേഞ്ചിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന സ്ട്രാറ്റജി. കുറച്ചും കൂടി ഇന്ന് തന്നെ അപ്ലൈ ചെയ്യണം എന്നല്ല പറയുന്നത്, ഇന്ന് ഓൾമോസ്റ്റ് മാർക്കറ്റ് മീൻസ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ, അതായത് നമുക്ക് കുറച്ചൊന്ന് വിക്സ് ലോ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ടൈം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ റിസ്ക് ലെവൽസിൽ വേണമെങ്കിൽ ഈ സ്ട്രൈക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പരീക്ഷിക്കാം. ബട്ട് ഞാൻ ഇതിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ നേരത്ത്, അതല്ലെങ്കിൽ ഞാൻ കയറാൻ നേരത്ത് മാക്സിമം ഇതിലൂടെ ഞാൻ ടെലിഗ്രാം ചാനലിൽ അത് അറിയിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെ അത് ഈസി ആയിട്ട് മീൻസ് ആ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള സ്ട്രാറ്റജി വേണം നിങ്ങൾക്ക്. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലത്തെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. ബിക്കോസ് ഇവിടെ നമുക്ക്
വിക്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലിമിറ്റഡ് ലോസിൽ എപ്പോഴും ശ്രമിക്കുക. ലിമിറ്റഡ് ലോസ് ഇല്ലാണ്ട് വന്നാൽ ഈവൻ വിക്സ് ഇനി ഒരു പക്ഷേ വലിയ രീതിയിൽ മൂവ്മെൻറ്റ് തന്നുമില്ല, വിക്സ് ഡൗൺ ആയി ചെയ്താൽ ഈ ലോങ് സ്ട്രാഡിലും സ്ട്രാങ്കിലൊക്കെ നല്ല ലോസ് വരാനുള്ള ചാൻസ് ഹ്യൂജായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സ്ട്രാറ്റജീസ് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ സ്റ്റോപ്പ് ലോസും കൂടി ആ രണ്ട് സൈഡും കൃത്യമായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലോസ് വരില്ല. ബട്ട് എന്നാലും അവിടെ ഒരു റിസ്ക് വരുന്നുണ്ട്. ഈവൻ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കയറാൻ നോക്കുക. ബിക്കോസ് അത്രയും ഹ്യൂജ് ആയിട്ടാണ് വിക്സ് നിൽക്കുന്നത്. ബിക്കോസ് നമ്മൾ 5th ജൂണിലേക്ക് നിൽക്കുമ്പോൾ വിക്സിൻ്റെ ഒരു ഇത് എപ്പോഴും അവിടെ ഒരു കൺഫ്യൂഷൻസും അതുപോലെ തന്നെ സ്ട്രൈക്കിന് പ്രൈസ് കൂടുകയും കുറയും എല്ലാ കാര്യങ്ങളും ആ സ്ട്രൈക്കിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഹ്യൂജായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതാണ് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനും ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഇതുപോലുള്ള സ്ട്രാറ്റജീസൊക്കെ അപ്ലൈ ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരിലേക്കൊക്കെ നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.